നമസ്കാരം. ഇന്ന് നമ്മുടെ കൊച്ചി കോർപ്പറേഷൻ മേയർ അനിൽകുമാറിന് കൊച്ചി കോർപ്പറേഷനിൽ നടക്കുന്ന അഴിമതി, അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ തട്ടിപ്പ് നേരിട്ട് മേയർക്ക് സമർപ്പിക്കുകയാണ്. സർ, ഞാൻ ചത്തുപോയി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാം, അനിൽകുമാർ മരിച്ചുപോയി എനിക്ക് സർട്ടിഫിക്കറ്റ് തരാം. പക്ഷെ ദൈവത്തിന്റെ ഹിതം കൊണ്ട് ചിലപ്പോൾ നമുക്ക് രണ്ടാമത് ശ്വാസം വരും 5 മിനിറ്റ് കഴിഞ്ഞാൽ. ഡെത്ത് സർട്ടിഫിക്കറ്റിനെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അങ്ങനെ പലരും ചത്തത്തിൽ ജീവിച്ചു. പക്ഷെ ഒരു ബിൽഡിംഗ് തീരാത്തത്, പണി തീർന്നു എന്നും പറഞ്ഞ് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും കൊടുത്താൽ അത് തന്നെ തീരൂലല്ല. ഇവിടെ അങ്ങനെ ഒരു സംഭവം നടന്നു. ഈ പരാതി തരുന്ന അതിനാണ്. ഇത് പതുക്കെ പഠിച്ചിട്ട് ഇതിന്റെ അകത്ത് ന്യായം ഉണ്ടെങ്കിൽ ഡിസ്മിസൽ തന്നെ എടുക്കണം ആ ഉദ്യോഗസ്ഥർ. അതായത് ഫ്ളാറ്റുകാർ പല തട്ടിപ്പും ചെയ്തപ്പോൾ ഇവിടെ ഒരു നിയമം കൊണ്ടുവന്നു, ഒരു പൈസ സെക്യൂരിറ്റി വേണം. ആ സെക്യൂരിറ്റി വെച്ചാൽ കംപ്ലീഷൻ കഴിയുമ്പോഴേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഗാലക്സി ബിൽഡേഴ്സ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റും പണി തീരുന്നതിന് മുമ്പ് സമ്പാദിച്ചു വെറുതെ കൊടുക്കൂലല്ല. പൈസ അത് വലിയ കോടികളാണ്. അത് തിരിച്ചു പിടിക്കണമെങ്കിൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്. പക്ഷെ ഇവനിപ്പോഴും വീട് കൊടുക്കാത്തത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, കേസിന് പോയി. ഇവിടെ നിന്ന് വീണ്ടും ഇൻസ്പെക്ഷൻ വെച്ചപ്പോൾ തീർന്നില്ല എന്ന സർട്ടിഫിക്കറ്റ്, കൊടുത്ത സർട്ടിഫിക്കറ്റ് പിൻവലിച്ചു. ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കുകയും ഇപ്പോഴും പണി തീരാത്ത ബിൽഡിങ്ങിൽ ആൾക്കാർ താമസിക്കണമെങ്കിൽ നിയമപരമായി ഈ കസേരയുടെ അല്ല, ആൾക്കാരെ ആണെങ്കിൽ പോലും അതൊക്കെ അവരുടെ കുറെ സ്വന്തക്കാരൊക്കെയാണ്. ഒന്ന് പഠിച്ചിട്ട് എനിക്ക് വേണ്ടി ഒരു ഫേവർ വേണ്ട, പ്രസിമോന് വേണ്ടി ഫേവർ വേണ്ട, നീതി നടപ്പാവും. ഇങ്ങനെ കൃത്യത്രാസ് നിൽക്കണം, അടുത്ത് വെച്ച് ചിത്യം ഇതുപോലെ നിൽക്കണം. ഇതൊന്ന് പഠിച്ചിട്ട് അതിട്ട് എന്നെ അറിയിക്കും വേണം. പിന്നെ ഇത് വളരെ ഗൗരവമുള്ളതാണ്. ഗാലക്സി ബ്രിഡ്ജ് വുഡ് എന്ന് പറഞ്ഞിട്ട് കടവപ്പച്ചു ഇടവന്തരയില് വൈറ്റ് ലൈൻ ഓഫീസ്, എം ജി റോഡ് അല്ല നിങ്ങളുടെ ഓഫീസ്. ഇത് ഗാലക്സിയുടെ അല്ല, കോർപ്പറേഷന്റെ വൈറ്റിലെ സോണൽ. അപ്പൊ ഒന്ന് കൃത്യമായിട്ട് ഇതെന്താ ഇനി ഒരാൾക്ക് ഉണ്ടാവരുത്. ഒരു പാവം ഷിപ്പ് യാർഡിലെ എഞ്ചിനീയറാണ്, വീടൊക്കെ പോയി അപ്പനും അമ്മക്ക് പ്രായമായിട്ട് നമ്മൾ അതിനകത്ത് ഒരു മനുഷ്യത്വം മാത്രം എടുത്തിട്ടുള്ളൂ. അപ്പൊ ചീഫ് കൊച്ചിൻ സെക്രട്ടറിക്ക് അറിയാം, ഇത് വിളിച്ചു വരുത്തി. ഇത് അറിഞ്ഞിരുന്ന ഈ സംഭവം സെക്രട്ടറിയുടെ കാര്യം കൂടി മനസ്സിലായിരുന്നു. ഇതിന് മുമ്പ് ഇരുന്ന സെക്രട്ടറി ബാബു അബ്ദുൽ ഖാദർ, അദ്ദേഹം സിവിൽ സർവന്റ് ആയിരുന്നു, നല്ല ഉദ്യോഗസ്ഥനായിരുന്നു. ഇപ്പത്തെ ഇവരോട് അത് ബാബു ചെയ്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹം വന്നെന്താ ചെയ്യുന്നത്, ഈ ബിൽഡിംഗ് പെർമിറ്റ്സ് കംപ്ലീറ്റ് ഡെലിഗേറ്റ് ചെയ്യും. കാരണം എന്തിനാ വെറുതെ അവർക്ക് പൈസ വാങ്ങിക്കേണ്ടതില്ല, അവർക്ക് വേറെ ഒരുപാട് നല്ല കാര്യം ചെയ്യാം. ഈ സെക്രട്ടറി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ബാബു അബ്ദുൽ ഖാദർ ഇരിക്കുമ്പോൾ ഇത്രയും സ്ക്വയർ താഴെയുള്ള എല്ലാം അദ്ദേഹം ഒഴിയാണ് ചെയ്തത്. അദ്ദേഹം ബിൽഡിംഗ് കംപ്ലീഷൻ ഞങ്ങളുടെ അടുത്തും വരില്ല, അദ്ദേഹം അതിനൊക്കെ ഒഴിഞ്ഞു. അപ്പൊ ഇവര് വന്നത് ഫുൾ ബിൽഡിങ്സും ഇവരങ്ങ് ഒഴിഞ്ഞു. അഡീഷണൽ സെക്രട്ടറി ഇവരുടെ അടുത്ത് അങ്ങനത്തെ ഒരു ഫയലും വരില്ല. അപ്പൊ അത് അവരുടെ തെറ്റല്ല. അപ്പൊ അവര് വിളിച്ചപ്പോഴായിരിക്കും അവർക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റി വന്നത്. ഞാൻ സംസാരിക്കാം. കൊച്ചിൻ കോർപ്പറേഷൻ മേയറുടെ അധീനതയിലുള്ള വൈറ്റ്ല സോണൽ ഓഫീസിൽ നിന്നും, കൊച്ചിൻ കോർപ്പറേഷന്റെ തന്നെ ഒരു ബ്രാഞ്ചാണ് വൈറ്റ്ല സോണൽ ഓഫീസ്, അവിടെ നിന്നും ഗാലക്സി ബ്രിഡ്ജ് വുഡ് എന്ന ഫ്ളാറ്റ് സമുച്ചയം പണി തീരുന്നതിനു മുമ്പ് കള്ളത്തരത്തിലൂടെ തട്ടിപ്പിലൂടെ അവിടുത്തെ ഉദ്യോഗസ്ഥർ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റും കൊടുത്തു. അത് കോടികൾ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ്, പാവങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രസിമോനും അഡ്വക്കേറ്റ് മനു വിൽസനും കൂടി റെറയുടെ അപ്പലറ്റ് അതോറിറ്റിയിൽ നിന്ന് ജസ്റ്റിസ് ഉബൈദും മറ്റ് 2 അംഗങ്ങളും ചേർന്ന് കൊച്ചിൻ കോർപ്പറേഷൻ ചീഫ് സെക്രട്ടറിയെ, കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചു വരുത്തി കോടതി പരസ്യമായി വിചാരണ ചെയ്ത് തെറ്റ് അവരെ ബോധ്യപ്പെടുത്തി. വീണ്ടും കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറി വീണ്ടും അന്വേഷിച്ചപ്പോൾ പണി തീർന്നു എന്ന് പറഞ്ഞ, കെട്ടിടത്തിന്റെ പണി കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞ ആ സർട്ടിഫിക്കറ്റ് പിൻവലിക്കേണ്ടി വന്നു. അതാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. കൊടുത്ത സർട്ടിഫിക്കറ്റ് റദ്ദ് ചെയ്തിരിക്കുന്നു. കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷം തിരിച്ചു പിടിച്ചിരിക്കുന്നു. പക്ഷേ കൊച്ചി മേയറിനോട് അപേക്ഷിക്കാനുള്ളത്, ഈ അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥനെതിരെ നിങ്ങൾ എന്ത് നടപടിയെടുക്കും? സസ്പെൻഷൻ വേണ്ട, അതൊരു അനുഗ്രഹമാണ്. ആ കൈക്കൂലി മേടിച്ച് തെറ്റായ രീതിയിൽ നിരവധി ആൾക്കാരെ പറ്റിച്ച് കൊച്ചിൻ കോർപ്പറേഷന്റെ വൈറ്റ്ല സോണൽ ഓഫീസിലെ ഏത് ട്രേഡ് യൂണിയന്റെ കൊമ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥനാണെങ്കിലും കൊച്ചിൻ മേയർ അഡ്വക്കേറ്റ് അനിൽകുമാറിന് അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യാൻ പറ്റണം, ശിക്ഷിച്ച് ജയിലിലടക്കാൻ പറ്റണം. എന്നാലേ ഈ നാട് നന്നാവുകയുള്ളൂ. കൊച്ചിൻ കോർപ്പറേഷന്റെ അഴിമതി മുക്ത ഭരണം ഉണ്ടാവണമെങ്കിൽ മിസ്റ്റർ അനിൽകുമാർ, നിങ്ങൾ ഈ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണം. ഈ കള്ളത്തരം നടത്തിയ
കൊച്ചിൻ കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥനെ ഡിസ്മിസ് ചെയ്ത് ഇതുപോലെ ഞങ്ങളുടെ ചാനലിലോ പത്രങ്ങളിലോ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ തയ്യാറാവണമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്.